ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഈ തന്റെ അണികളെ റെഡിയാക്കി തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അണിയായിട്ട് നിൽക്കുകയാണ് അവരിങ്ങനെ. അപ്പൊ ബദർ യുദ്ധത്തിന്റെ സമയത്ത് തന്റെ അണികളെ ഇങ്ങനെ നിരനിരയായി നിർത്തുന്ന കൂട്ടത്തില് അപ്പൊ ഈ റസൂൽ ഒരു ചെറിയ വടിയുണ്ട്. ആ വടി കൊണ്ടാണ് ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ അണികളെ ഇങ്ങനെ ഓരോരുത്തർ മാറ്റി മാറ്റി നിർത്തി ഇങ്ങനെ റെഡിയാക്കുന്നത് ഓരോരുത്തരെ ലെവല് കറക്റ്റ് ആക്കി അവിടെ നിൽക്കും. ഓരോരോ റോകൾ തിരിക്കണമല്ലോ. അങ്ങനെ വടി കൊണ്ട് തട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ തട്ടുന്ന കൂട്ടത്തിൽ ഒരാളെ പെട്ടെന്ന് പറഞ്ഞു, റസൂൽ എന്തിനാ എന്നെ അടിച്ചെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അടിച്ചില്ലല്ലോ. അല്ലെ, എനിക്കത് വേദനിച്ചു. റസൂലിനെതിരെ ഒരാള് സംസാരിക്കുക എന്ന് പറഞ്ഞാല് കൂടെ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും അങ്ങ് ദേഷ്യമായി. എന്താ പറയുന്നതെന്ന് വെച്ചാൽ പറഞ്ഞു, റസൂൽ അദ്ദേഹം പറഞ്ഞോട്ടെ, സത്യമായിട്ട് ഞാൻ ഉപദ്രവിച്ചതല്ല, ഞാൻ അടിച്ചിട്ടില്ല അങ്ങയെ. അല്ല, എനിക്ക് അടി കൊണ്ടു, എനിക്ക് വേദനിച്ചു. അപ്പൊ എന്താ വേണ്ടത്? എന്നെ തിരിച്ചടിക്കണം. അതെ, എനിക്ക് തിരിച്ചടിക്കണം. അണികൾ മുഴുവൻ അവരുടെ വെളിച്ചമാണ് റസൂൽ. റസൂലിനെതിരെ ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ കൂട്ടത്തിൽ നിന്നവർക്ക് ആർക്കും സഹിച്ചില്ല. അവരെല്ലാരും പ്രതികരിക്കാൻ തുടങ്ങിയപ്പോ റസൂൽ വീണ്ടും പറഞ്ഞു, വേണ്ട, ശാന്തരാകും. അദ്ദേഹത്തിന് എന്നെ അടിച്ചപ്പോലെ അദ്ദേഹം വടി അദ്ദേഹത്തിന്റെ കൈ കൊടുത്തു. റസൂൽ പറഞ്ഞു, അടിച്ചോ. ഞാൻ നിങ്ങളെ അടിച്ചിട്ടില്ല എന്നെനിക്ക് വിശ്വാസമാണ്. പക്ഷെ ഞാൻ നിങ്ങളെ അടിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചു തല്ലിക്കോളൂ. റസൂലിന്റെ ദേഹത്തൊരുതരം മണ്ണിടാൻ സമ്മതിക്കില്ല. പക്ഷെ റസൂലിന്റെ വാക്ക് കേട്ടിട്ട് മറ്റ് അണികളെല്ലാം നിശബ്ദരായി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. ഈ മനുഷ്യൻ വടി കയ്യിൽ വാങ്ങി. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ വയറ്റത്താണ് അടിക്കുന്നത്. അതുകൊണ്ട് ഈ മേൽക്കുപ്പായം മാറ്റണം. അദ്ദേഹം മേൽക്കുപ്പായം മാറ്റി. കാണികൾ മുഴുവൻ സ്തബ്ധരായി നിൽക്കുന്നു. വടി കയ്യിലേന്തിയ മനുഷ്യൻ നേരെ റസൂലിനരികിലേക്ക് വന്നു. എന്നിട്ട് ആ വയറിൽ ഏറ്റവും മനോഹരമായി, ഏറ്റവും മാർദ്ദവമായി, ഏറ്റവും ഇഷ്ടത്തോടെ ചുംബിച്ചു. എന്നിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതായിരുന്നു എന്റെ മനസ്സിൽ. ഞങ്ങൾക്ക് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി എല്ലാം ഒഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു. അങ്ങേക്ക് എന്ത് തരണമെന്ന് എനിക്കറിയില്ല. ആത്മാർത്ഥമായി എന്റെ ഹൃദയത്തിൽ നിന്ന് ഈ ചുംബനം മാത്രമാണ് അങ്ങേക്ക് തരാനുള്ളത്. അതിനായി ഞാൻ കണ്ടെത്തിയ വഴിയാണെന്നാണ് പറഞ്ഞത്. സ്നേഹം അങ്ങനെയാണ്. കൊടുക്കുന്നത് നമുക്ക് കിട്ടും, യാതൊരു മാറ്റമില്ല.